വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കിടക്കുന്നു. ബലാത്സംഗ കേസിൽ ജാമ്യം നിഷേധിക്കപ്പെട്ടതോടെ ഹൈക്കോടതിയെ സമീപിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. നാളെ പരിഗണിക്കാൻ സാധ്യതയെന്നാണ്. ബിനിൽ വിവരങ്ങളുമായിട്ട്. ബിനിൽ, ഇത് പ്രതീക്ഷിക്കപ്പെട്ടതാണ്. ആരാണ് രാഹുലിന് വേണ്ടി കോടതിയെ സമീപിച്ചത്? എന്താണ് വിവരം? ദിവിഷ, കൊച്ചിയിലെ പ്രമുഖ ക്രിമിനൽ അഭിഭാഷകനായ എസ് രാജീവ് മുഖേനയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഇക്കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിക്കപ്പെട്ടിരുന്നതാണ്. ആദ്യം സെഷൻസ് കോടതിയിലേക്ക് പോകുക, സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചാൽ ഹൈക്കോടതിയിലേക്ക് എത്തുക. അത് ഹൈക്കോടതിയിലെ പ്രധാനപ്പെട്ട അഭിഭാഷകരൊക്കെ കൂടിയാലോചിച്ച് തന്നെയാണ് ഈ നടപടിയിലേക്ക് പോയിരിക്കുന്നത്. ഈ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയ സെഷൻസ് കോടതിയുടെ ഉത്തരവിന്റെ ശരിപ്പകർപ്പ് രാവിലെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിരുന്നു. അത് കൂടി പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ അടിയന്തരമായി തന്നെ ആ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതിയിലേക്ക് നൽകിയിരിക്കുന്നത്. ആ ഹർജിയിൽ പ്രധാനമായും പറയുന്നത് സെഷൻസ് കോടതി ഈ കേസിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊന്നും പരിശോധിച്ചിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഈ പ്രതിക്കെതിരെ ഈ ബലാത്സംഗ കുറ്റം നിലനിൽക്കാത്തതാണ്. അത് നേരത്തെ തന്നെയുള്ള സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഒക്കെ തന്നെ വിവിധ ഉത്തരവുകൾ, മുൻകൂർ ജാമ്യ ഹർജികളിൽ അടക്കമുള്ള വിവിധ ഉത്തരവുകൾ പ്രകാരം ആ കുറ്റം നിലനിൽക്കാത്തതാണ്. പക്ഷേ സെഷൻസ് കോടതി അതിലേക്കൊന്നും പോയിട്ടില്ല. പ്രീ അറസ്റ്റ് ബെയിൽ, അതായത് മുൻകൂർ ജാമ്യം ഈ ഘട്ടത്തിൽ അനുവദിക്കാൻ കഴിയില്ല എന്ന ഒരു കോടതിയുടെ വിവേചനപരമായ അധികാരം മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഉത്തരവിലേക്ക് പോയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് വിശദമായി തന്നെ പരിശോധിക്കണം. നിയമപരമായി നിലനിൽക്കാത്ത ഒരു കുറ്റമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപിക്കുന്നത് എന്നതാണ് പ്രതിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത്. ആ ഒരു വിഷയവുമായി ഹൈക്കോടതിയുടെ മുന്നിലേക്ക് കൂടുതൽ വിശദമായി ഒരു ഭരണഘടനാ കോടതിക്ക് മുന്നിലേക്ക് ഈ വിഷയം എത്തിച്ചുകൊണ്ട് വിശദമായി വാദം പറയുക എന്ന ഉദ്ദേശമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. നാളെ കോടതി ഇത് പരിഗണിക്കും. നാളെ കോടതി അവധിയല്ല, കാരണം ഇലക്ഷനുമായി ബന്ധപ്പെട്ട അവധികൾ ഉള്ളതുകൊണ്ട് ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കിയിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിൽ നാളെ ഈ ഹർജി കോടതിയുടെ പരിഗണനയിലേക്ക് കൊണ്ടുവരികയാണ് ഉദ്ദേശിക്കുന്നത്. ശരി, എന്തായാലും ഈ സമയത്തിനുള്ളിൽ പോലീസ് ഇനി രാഹുലിനെ പിടികൂടുമോ എന്നതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. രാഹുൽ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നു. നാളെ കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും.